ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സന്തോഷമുണ്ട്. ചില ആൾക്കാർക്ക് ചില പ്രണയബന്ധങ്ങൾ നിങ്ങൾ വിട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പ്രണയവും നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കാം അത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ഇന്നൊരു ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കം ഉണ്ടാക്കാം. നിങ്ങൾക്കും തിരിച്ചു പറയാനുള്ളൊരു ത്വരയൊക്കെ ഉണ്ടാകും ഇന്നത്തെ ദിവസം. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നമ്മളെ ഇൻസൾട്ട് ഇത് പോകുന്നതല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരും ഇടപെടണ്ട, അതെന്തിനാണ് മറ്റുള്ള ഒരാൾ എൻ്റെ സ്വാതന്ത്ര്യത്തിലും ഒക്കെ ഇടപെടുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത് എന്താണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് തിരിച്ചു പറയണം എന്നൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം അനാവശ്യമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ആൾക്കാരോട് തിരിച്ചു പറയണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു മത്സരബുദ്ധി നിങ്ങൾക്കും ഇന്നത്തെ ദിവസം ഉണ്ടാകും. പക്ഷേ കുറച്ച് ഒന്ന് നിയന്ത്രിക്കുക. സംസാരം എപ്പോഴും നമ്മൾ വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം മറ്റുള്ളവരുടെ മിസ്റ്റേക്കാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് നിന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മിസ്റ്റേക്ക് ഇല്ലാതെയാണ് നിങ്ങളോട് മറ്റുള്ളവർ വഴക്കിടാൻ വരുന്നത് എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ ചില ആൾ പർപ്പസ്ഫുള്ളി ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വരും ആവശ്യമില്ലാതെ. ഇപ്പോൾ ചിലപ്പോൾ ഒരു വലിയ പരിചയമൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരിക്കും ഒന്ന് കളിയാക്കാൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരും, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് സംസാരിച്ച് ആ പ്രശ്നം ഒന്ന് കൂടുതൽ വഷളാക്കാതിരിക്കുക. അങ്ങനെ ആണ് കാണുന്നത്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംസാരിക്കാനും തോന്നും, മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് തോന്നും. അപ്പോൾ അത് ഒന്ന് കാമായിട്ടിരുന്നാൽ അപ്പം തന്നെ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ്. നമ്മൾ റിയാക്ട് ചെയ്യാതിരുന്നാൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. വീണ്ടും 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മറ്റുള്ളവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു ത്വര നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളോട് വഴക്കിടാനുള്ളൊരു ഊർജം മറ്റുള്ളവർക്കും ഉണ്ടാവും കേട്ടോ. ഇന്നൊരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി കൂടുതലാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ചെറുതായിട്ട് അവസാനിക്കാതെ ഇരിക്കാം ചില സമയങ്ങളിൽ. ചിലപ്പോൾ അത് നമ്മളുടെ കയ്യിൽ നിൽക്കാതെ അത് വലുതായി പോകാം. കാരണം ഇന്ന് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരോ ഒക്കെ തന്നെയുള്ള ആൾക്കാർക്ക് അവരുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വഴക്കിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളതൊന്ന് ശ്രമിക്കുക. ഒരു വഴക്കുണ്ടാകാതിരിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ മാറ്റിക്കളയുക. ഇതിപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ, നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ചെയ്യുക. 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇന്ന്. ചിലപ്പോൾ അസുഖമൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്കും ഒന്ന് സുഖമായിട്ട് ഉറങ്ങാനും ഒക്കെ പറ്റും. ചില ആൾക്കാർ സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം പെയിനൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത് കുറേ കാലം കൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ എന്തെങ്കിലും പണിയിലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നും. കുറച്ച് നേരം ഉറങ്ങണം എന്ന് തോന്നും. അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു റെസ്റ്റ് എടുക്കുക. ഡബിൾ കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു
നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിലപ്പോൾ ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആരെങ്കിലും നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം. കാരണം നിങ്ങൾക്ക് അവരെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇന്നത് നിങ്ങളത് കേൾക്കുന്നു എന്നുള്ളതാണ്, കേൾക്കാൻ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്നും ഇന്ന് ആ എനർജി നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം ശ്രമിക്കുക. കാരണം ഇന്നൊരു കുറച്ച് മോശം വൈബുണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ. അപ്പോൾ അത് നമ്മളായിട്ട് അട്രാക്റ്റ് ചെയ്ത് വെക്കാതിരിക്കുക. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മളുടെ നല്ലതിനെന്ന് വേണ്ടി പറഞ്ഞ് വശീകരിക്കുന്ന എന്തെങ്കിലും ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളവരെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, അവർ പറയുന്നത് നമ്മളുടെ നല്ലതിനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊരു നെഗറ്റീവ് സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതുവരെയും എടുത്ത റീഡിങ്സിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഇന്ന് ഈ ഒരു മെസ്സേജ് തന്നെ കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഈ കാർഡ് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ കാർഡ് എടുക്കണത്. അപ്പോൾ നിങ്ങൾ അന്ധമായി ചില കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ചില ആൾക്കാരുടെ പ്രവൃത്തിയിലോ വാക്കിലോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊണ്ട് പ്രലോഭിപ്പിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ശ്രമം ഉണ്ടാവും. ഇത് നിങ്ങൾ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ ദിവസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. കാരണം അത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറിറ്റേറ്റഡ് ആകും. പിന്നെ ഒന്ന് സ്വസ്ഥത ഇല്ലാതിരിക്കും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും ഇന്ന്. കുറച്ച് ഉച്ചവരെയെങ്കിലും അങ്ങനെ ആയിരിക്കും. സ്വസ്ഥത കുറച്ച് കുറവായിരിക്കും. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങൾ. എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പം ചില ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് അത് കൂടുതൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം. 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്തൊരു ദുസ്വപ്നം കാണുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് ഭയപ്പെട്ട് പേടിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നോന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നോന്നോ, ഒരു നഷ്ടം വന്നോന്നോ ഒക്കെ ഉള്ളൊരു ഇതിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു എനർജി എന്ന് വെച്ചാൽ കുറച്ച് നെഗറ്റീവാണ്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ് നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം കാണുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് അത് വലുതായിട്ട് നിങ്ങൾ അങ്ങ് മനസ്സിലെടുത്ത് വെക്കേണ്ട, അതങ്ങ് വിട്ട് കളയുക, അത് റിലീസ് ചെയ്ത് കളയണം എന്നാണ് പറയണത്. അല്ലാതെ അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കരുത്. സ്റ്റാറാണ്. പിന്നെ ഈ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ തോന്നും. സ്റ്റാറിൻ്റെ ഒരു ഷാഡോ സൈഡാണിത്. നിങ്ങൾ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ റിസീവ് ചെയ്യാൻ നോക്കുന്നൊരു സമയമാണ്. ചിലപ്പോൾ അത് നല്ല കാര്യങ്ങളായിരിക്കില്ല, കുറച്ച് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വന്ന് നിങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ഇതിൽ നിങ്ങൾ അതിൽ പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയ്യരുത്. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റാരുടെയും വാക്ക് കേട്ടിട്ട് ഒരു കാര്യവും ചെയ്യാൻ പോരുത് ഇന്നത്തെ ദിവസം. കാരണം മറ്റൊരാൾ പറയുന്നത് അത് ശരിയായിരിക്കണം എന്നില്ല. അപ്പോൾ അതൊന്ന് ഇന്നത്തെ ദിവസം വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം ആ ഒരു കാര്യത്തിൽ. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു കൺഫ്യൂഷനുണ്ട് ഇതിനകത്ത്, ഒരു മത്സരബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. കുറച്ച് ഇത് കണ്ടില്ല, നോർമലായിട്ടുള്ള ഒരു എനർജി അല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. ഒരു മത്സരവും ഒരു ദേഷ്യവും ഒരു ഫ്രസ്ട്രേഷനും മറ്റുള്ളവരോട് ഒന്ന് തർക്കിക്കാനും ഒക്കെ ഉള്ളൊരു ഇതുമായിരിക്കും. പൊതുവേ ഒന്ന് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും ഇന്നത്തെ ദിവസം. അറ്റ്ലീസ്റ്റ് ഉച്ചവരെയെങ്കിലും ഇതുണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജി ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് നിങ്ങൾ പറയുക. നിങ്ങളത് മനസ്സിലും വിചാരിക്കുക, അത് പറയുകയും ചെയ്യുക.
ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ചിലപ്പം ചില ആൾക്കാർ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം ചെയ്യാതെ മാറ്റി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ചില ആൾക്കാർ വീട് പണിയൊക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ഒരാവശ്യമില്ലാതെ വീട് പണി അവർ ഇന്നത്തെ ദിവസം ഇന്ന് പറ്റൂല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് തരേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും, നാളെ ചെയ്യാമെന്ന് പറയും. അങ്ങനത്തെ ഒരു എനർജി ഇതിന് അതിൽ നിങ്ങൾ കുറച്ച് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് ഈ നെഗറ്റീവായിട്ട് പറയാൻ താല്പര്യമില്ല, പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ എനർജി ലെവലുമായിട്ട് ഇതായിട്ടുള്ള ആൾക്കാർ ഇന്ന് കുറച്ച് ഇതായിട്ടാണ് ഇരിക്കണമെന്നാണ് കാണുന്നത്. കിങ് ഓഫ് ഫാൻസ് ഒരു ആഫ്റ്റർനൂൺ കഴിയുമ്പോൾ സംഗതി എല്ലാം ശരിയാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് കിങ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഇല്യൂഷനാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. ഈ തോന്നലുകളൊക്കെ ഇല്യൂഷനാണെന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരും എന്നാണ് കാണുന്നത്. സിക്സ് ഓഫ് സോർഡ്സിൻ്റെ എനർജി. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്തായാലും ഒരു യാത്ര പോകും. കുറേ ആൾക്കാരും ഒരു യാത്ര പോകും. അത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കുറേ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. കോൺഫിഡൻസ് ഉണ്ടാകും. ചിലപ്പോൾ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം സഹായിക്കും എന്നുള്ളതാണ്. എന്തോ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ രാവിലെ മൂഡ് ഓഫിൽ വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളത് ചെയ്ത് തീർക്കും. ചിലപ്പോൾ അത് ട്രാവൽ ചെയ്യാനുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ വീട്ടിലോ സുഹൃത്തുക്കളായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്യാൻസൽ ചെയ്തെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അതിന് പോകും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ട്രാവൽ ചെയ്യും കൂടുതൽ ആൾക്കാരും ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ കാര്യം മറ്റാരോ പിടിച്ചു വാങ്ങുന്ന പോലത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റാരോ കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നഷ്ടബോധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് ഇന്നത്തെ ദിവസം. അങ്ങനെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഇതിലെ ഒരു മെസ്സേജും കൂടെ നോക്കാം എന്താണെന്ന്. ഹാപ്പിനെസ്സാണ്. ശരിക്കും നിങ്ങൾ ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ വരും എന്നുള്ളതാണ്. കാരണം നിങ്ങളെ ഫാമിലിയായിട്ട് നിങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊന്ന് യൂണിയൻ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ രാവിലത്തെ ആ ഒരു മൂഡൊക്കെ മാറും എന്നാണ് കാണുന്നത്. ഇൻസ്പിറേഷനാണ്. അപ്പോൾ എല്ലായിടത്തും ഇൻസ്പിറേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. എല്ലായിടത്തും ഉണ്ട്. നിങ്ങളത് കണ്ടെത്തിയാൽ മാത്രം മതി. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും യൂണിവേഴ്സിലുണ്ട്, നിങ്ങളുടെ മുന്നിലുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടെത്തുക. ഹോപ്പാണ്. പ്രതീക്ഷ ആണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം തന്നെ പ്രതീക്ഷയാണ്. അപ്പോൾ പ്രതീക്ഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വന്നാലും നല്ലത് മാത്രം പ്രതീക്ഷിച്ചിരിക്കുക. പ്രതീക്ഷ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷയില്ലാത്ത എല്ലാവരും അവസ്ഥ അറിയാലോ. നമുക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ തോന്നൂല. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് ഒരു ആഫ്റ്റർനൂൺ വരെ കുറച്ച് നെഗറ്റീവും ഒക്കെ ഉണ്ട്. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു കാര്യം വരും എന്നറിയുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. ആ കുറച്ച് മണിക്കൂറുകൾ നമ്മളൊരു കോൺഫ്ലിക്റ്റിന് പോകാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.